ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ 368/2021. ഇതിൻ്റെ ഇന്ന് വരെയുള്ള അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ടോട്ടൽ അഡ്വൈസ് എത്രയായിട്ടുണ്ട്, ഓപ്പൺ കോമ്പറ്റീഷനിൽ എത്ര പോയിട്ടുണ്ട്, ലാസ്റ്റിൽ അഡ്വൈസ് അയച്ചതിന് ശേഷം എത്ര വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെയാണ്. ഓക്കെ, തിരുവനന്തപുരം ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് 102. ഓക്കെ, ഓപ്പൺ കോമ്പറ്റീഷനിൽ 84ാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റിൽ അഡ്വൈസ് അയച്ചതിന് ശേഷം വേക്കൻസി 5 റിപ്പോർട്ടായിട്ടുണ്ട്. 8 TPO പെൻഡിങ് ഉണ്ട്. ലാസ്റ്റിൽ അഡ്വൈസ് അയച്ച MR നമ്പർ 95 OC ആണ്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, കാരണം 8 TPO ഉണ്ടായത് കൊണ്ട് ആ TPO പെൻഡിങ് സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം മാത്രമേ പിന്നെ ഉള്ള 96ാമത് തൊട്ടുള്ള BC അഡ്വൈസ് അയക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ലാസ്റ്റിൽ അഡ്വൈസ് അയച്ചിരിക്കുന്നത് 30/10/2024 ഇത് സൈറ്റിൽ വന്ന ഡേറ്റ അല്ല, ഇത് നമ്മുടെ അഡ്വൈസ് ചാർട്ടിലുള്ള ഡേറ്റ ആണ് ഈ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കൊല്ലത്ത് ടോട്ടൽ അഡ്വൈസ് 72. ഓപ്പൺ കോമ്പറ്റീഷനിൽ 51ാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റിൽ അഡ്വൈസ് അയച്ചതിന് ശേഷം വേക്കൻസി ഒന്നും തന്നെ റിപ്പോർട്ട് ആയിട്ടില്ല. TPO 4 ഉണ്ട്. ലാസ്റ്റിൽ പോയിരിക്കുന്ന MR നമ്പർ 91 OC ആണ്. ഓക്കെ, ലാസ്റ്റിൽ അഡ്വൈസ് അയച്ച ഡേറ്റ് 7/12/2024. നെക്സ്റ്റ് വൺ പത്തനംതിട്ടയിൽ ടോട്ടൽ അഡ്വൈസ് 31. ഓപ്പൺ കോമ്പറ്റീഷനിൽ 16ാമത്തെ റാങ്കുകാരന് അഡ്വൈസ് ആയിട്ടുണ്ട്. ടോട്ടൽ വേക്കൻസി, അതായത് ലാസ്റ്റിൽ അഡ്വൈസ് അയച്ചതിന് ശേഷമുള്ള വേക്കൻസി ഒന്നും തന്നെ ഇല്ല. ലാസ്റ്റ് അയച്ച അഡ്വൈസിന്റെ MR നമ്പർ 27 OC ആണ്. അഡ്വൈസ് ഡേറ്റ് 25/10/2024. അടുത്ത ആലപ്പുഴയിൽ ടോട്ടൽ അഡ്വൈസ് 48. ഓപ്പൺ കോമ്പറ്റീഷനിൽ 38ാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റിൽ അഡ്വൈസ് അയച്ചതിന് ശേഷം ഒരു വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട്. അവിടെ TPO 10 ഉണ്ട്. ലാസ്റ്റിൽ MR നമ്പർ 91 OC ആണ്. ലാസ്റ്റിൽ അഡ്വൈസ് അയച്ച ഡേറ്റ് 2/12/2024. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ കോട്ടയത്ത് ടോട്ടൽ അഡ്വൈസ് 54. ഓപ്പൺ കോമ്പറ്റീഷനിൽ 39ാമത്തെ റാങ്കിന് അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റിൽ അഡ്വൈസ് അയച്ചതിന് ശേഷം 6 വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട്. അവിടെ 4 TPO ആണ് പെൻഡിങ് ഉള്ളത്. ലാസ്റ്റിലെ MR നമ്പർ 73 OCക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. ലാസ്റ്റിലെ അഡ്വൈസ് ഡേറ്റ് 14/11/2024. ഇടുക്കിയിൽ ടോട്ടൽ അഡ്വൈസ് 32. ഓപ്പൺ കോമ്പറ്റീഷനിൽ 22ാമത്തെ റാങ്കിന് അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റിൽ അഡ്വൈസ് അയച്ചതിന് ശേഷം ഒരു വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട്. TPO 8 ഉണ്ട്. ലാസ്റ്റിലെ MR നമ്പർ 91 OC. ലാസ്റ്റിൽ അഡ്വൈസ് ഡേറ്റ് 2/11/2024. അടുത്ത എറണാകുളത്ത് ടോട്ടൽ അഡ്വൈസ് 122. ഓപ്പൺ കോമ്പറ്റീഷനിൽ 91ാമത്തെ റാങ്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റിൽ അഡ്വൈസ് അയച്ചതിന് ശേഷം ഒരു വേക്കൻസിയും റിപ്പോർട്ട് ആയിട്ടില്ല. TPO 6 ഉണ്ട്. ലാസ്റ്റിൽ MR നമ്പർ 95 OC. ലാസ്റ്റിലത്തെ അഡ്വൈസ് ഡേറ്റ് 4/12/2024. അടുത്ത തൃശ്ശൂർ ടോട്ടൽ അഡ്വൈസ് 124. ഓപ്പൺ കോമ്പറ്റീഷനിൽ 102ാമത്തെ റാങ്കിന് അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റിൽ അഡ്വൈസ് അയച്ചതിന് ശേഷം 7 വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട്. TPO 6 ഉണ്ട്. ലാസ്റ്റിലത്തെ MR നമ്പർ 75 OC. ലാസ്റ്റ് അഡ്വൈസ് ഡേറ്റ് 13/11/2024. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പാലക്കാട് ടോട്ടൽ അഡ്വൈസ് 108. ഓപ്പൺ കോമ്പറ്റീഷനിൽ 74ാമത്തെ റാങ്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റിൽ അഡ്വൈസ് അയച്ചതിന് ശേഷം 3 വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട്. TPO 3 ഉണ്ട്. ലാസ്റ്റ് MR നമ്പർ 97 OC ആണ്. ലാസ്റ്റ് അഡ്വൈസ് 22/10/2024. ഈ കോഴിക്കോട് ടോട്ടൽ അഡ്വൈസ് 48. ഓപ്പൺ കോമ്പറ്റീഷനിൽ 35ാമത്തെ റാങ്കിന് അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് അയച്ചതിന് ശേഷം വേക്കൻസി ഒന്നും തന്നെ റിപ്പോർട്ട് ആയിട്ടില്ല. TPO 5 ഉണ്ട്. ലാസ്റ്റ് MR നമ്പർ 7 OC. ലാസ്റ്റ് അഡ്വൈസ് ഡേറ്റ് 19/11/2024. കണ്ണൂർ ടോട്ടൽ അഡ്വൈസ് 98. ഓപ്പൺ കോമ്പറ്റീഷനിൽ 65ാമത്തെ റാങ്കിന് അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റിൽ അഡ്വൈസ് അയച്ചതിന് ശേഷം വേക്കൻസി ഒന്നും തന്നെ റിപ്പോർട്ട് ആയിട്ടില്ല. TPO 8 ഉണ്ട്. ലാസ്റ്റിലത്തെ MR നമ്പർ 41 OC. ലാസ്റ്റ് അഡ്വൈസ് ഡേറ്റ് 23/11/2024. നെക്സ്റ്റ് നമ്മൾ മലപ്പുറം ടോട്ടൽ അഡ്വൈസ് 110. ഓപ്പൺ കോമ്പറ്റീഷനിൽ 80ാമത്തെ റാങ്കിന് അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റിൽ അഡ്വൈസ് പോയതിനു ശേഷം വേക്കൻസി ഒന്നും തന്നെ റിപ്പോർട്ട് ആയിട്ടില്ല. TPO 2 ഉണ്ട്. ലാസ്റ്റ് MR നമ്പർ 99 EWS ആണ്. ലാസ്റ്റിലെ അഡ്വൈസ് ഡേറ്റ് 18/11/2024.
അടുത്തത് വയനാട് ടോട്ടൽ അഡ്വൈസ് 11, ഓപ്പൺ കോമ്പറ്റീഷനിൽ 3ാമത്തെ റാങ്കിന് അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റിൽ അഡ്വൈസ് അയച്ചതിന് ശേഷം വേക്കൻസി ഒന്നും തന്നെ റിപ്പോർട്ട് ആയിട്ടില്ല. TPO 8 എണ്ണമുണ്ട്. ലാസ്റ്റിലത്തെ MR നമ്പർ 51 OC. ലാസ്റ്റ് അഡ്വൈസ് ഡേറ്റ് 8/11/2024. കാസർഗോഡ് ടോട്ടൽ അഡ്വൈസ് 38, ഓപ്പൺ കോമ്പറ്റീഷനിൽ 25ാമത്തെ റാങ്കിന് അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റിൽ അഡ്വൈസ് അയച്ചതിന് ശേഷം വേക്കൻസി ഒന്നും തന്നെ റിപ്പോർട്ട് ആയിട്ടില്ല. TPO 4 എണ്ണമുണ്ട്. ലാസ്റ്റ് MR നമ്പർ 21 OC. ലാസ്റ്റ് അഡ്വൈസ് ഡേറ്റ് 16/11/2024. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ജില്ലയിലെയും അഡ്വൈസിൻ്റെ സ്റ്റാറ്റസ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ലാസ്റ്റ് MR നമ്പർ നിങ്ങൾ നോക്കേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ് നോക്കേണ്ട കാര്യമില്ല. കാരണം TPO ഉണ്ടായതുകൊണ്ട് ആ TPO സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത BC പോവുകയുള്ളൂ. അടുത്ത വേക്കൻസി വരുന്ന സമയത്ത് ലാസ്റ്റിലത്തെ അഡ്വൈസിൻ്റെ, അതായത് ഇപ്പം നിൽക്കുന്നത്, ഇപ്പം തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ലാസ്റ്റ് അഡ്വൈസ് നിൽക്കുന്നത് 30/10/2024 അതിൻ്റെ ആ അഡ്വൈസിൻ്റെ PDF നമുക്ക് PSCയുടെ സൈറ്റിൽ നിന്ന് കിട്ടും. അതിനകത്ത് ലാസ്റ്റിൽ ഒരു OC BC പൊസിഷൻ ഉണ്ട്. അത് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത വേക്കൻസി ഏത് OCക്കാണോ അല്ലെങ്കിൽ TPOക്കാണോ എങ്ങനെയാണ് പോകുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ജില്ലയിലെ ഈ വേക്കൻസിയുടെ അനുസരിച്ച് അടുത്ത് എങ്ങനെയാണ് അഡ്വൈസ് അയക്കുന്നത് എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം അതെല്ലാം കൂടെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ആയി പോകും. അതുപോലെയാണ് BCയുടെ പൊസിഷനിൽ ഞാൻ പറയാഞ്ഞത്. കാരണം BCയുടെ ഓരോ കാസ്റ്റിൻ്റെയും എത്രയൊക്കെ അഡ്വൈസ് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല. കാരണം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും, നിങ്ങളുടെ സമയം അത്രയും വേസ്റ്റ് ആയി പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം, പ്രധാനപ്പെട്ട കാര്യം മാത്രമേ ഞാൻ വീഡിയോയിൽ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ സമയം അനുസരിച്ച് ഫ്രീ ആവുന്നതിനനുസരിച്ച് ഓരോരുത്തർക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. കമൻറ്റ്സ് എല്ലാം ഞാൻ കാണുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉള്ളത് മാത്രമാണ് ഞാൻ പെൻഡിങ്ങിൽ വെക്കുന്നത്. ബാക്കിയെല്ലാം പെട്ടെന്ന് അറിയാവുന്ന കാര്യങ്ങളെല്ലാം അന്നേരം തന്നെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അതുകൊണ്ട് കമൻറ്റിന് റിപ്ലൈ കിട്ടിയില്ല എന്ന് വിചാരിച്ച് ആരും കമൻറ്റ് ചെയ്യാതിരിക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം.